ഈയിടെയായിട്ട് ട്രെൻഡിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു ആർട്ട് വർക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. സംഗതി എന്താണെന്ന് ഈ ഒരു ചാർജർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലേ? ഈ പെയിന്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ പാഷൻ ആക്കി കൊണ്ട് നടക്കുന്നവർക്ക് ഇങ്ങനെയാണ് കേട്ടോ. എന്ത് കിട്ടിയാലും അത് ക്യാൻവാസ് ആക്കി കളയും. അങ്ങനെ ഏതോ ഒരു കലാകാരിയോ കലാകാരനോ തുടങ്ങി വെച്ച ട്രെൻഡാണെന്ന് തോന്നുന്നു ഈ ഒരു ചാർജർ ആർട്ട് വർക്ക്. എല്ലാവരെയും പോലെ ഫ്ലവർ തന്നെ വരച്ച് കളയാന്ന് ആദ്യം കരുതി കേട്ടോ. പക്ഷേ എല്ലാവരും ഒരുപോലെ ചെയ്യുമ്പോൾ നമുക്ക് വെറൈറ്റി പിടിക്കാൻ ഒരു പ്രത്യേക താല്പര്യമായിരിക്കുമല്ലോ. പക്ഷെ കറങ്ങി തിരിഞ്ഞ് ഫ്ലവറിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇങ്ങനെ എന്ത് കിട്ടിയാലും പെയിന്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലുണ്ടെങ്കിൽ അവരെ കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടേന്നേ. പുതിയ പുതിയ ഓരോ ഐഡിയാസ് ഇങ്ങനെയല്ലേ പുറത്ത് വരിക. വലിയവർക്ക് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കും ഇതൊക്കെ ബാധകമാണ്. നിങ്ങൾ പാരൻസ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അടിപൊളിയായി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അപ്രിഷിയേറ്റ് ചെയ്യണം. അപ്രിസിയേഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മളെപ്പോലെ അവരും മുരടിച്ചു പോവാൻ വിടരുത് കേട്ടോ. കഴിവുണ്ടെന്ന് കണ്ടാൽ അത് എത്ര ചെറുതാണെങ്കിലും അത് വളർത്തിക്കൊണ്ടുവരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പാരൻസിന് ചെയ്യാൻ പറ്റുക. എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ അത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം എന്ത് ചെയ്യുക, നല്ല വാക്കുകൾ കൊണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. നിന്നെ കൊണ്ട് സാധിക്കും, ഇതിലും നന്നായിട്ട് അടുത്ത പ്രാവശ്യം ചെയ്യണേ എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുക. ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റാത്ത ആരാണല്ലേ ഉള്ളത്? വലിയ ചിലവൊന്നുമില്ലാത്ത ഒന്നോ രണ്ടോ വാക്ക് പറയാൻ മനസ്സ് കാണിക്കുക. അത് കുട്ടികളോട് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ സഹപ്രവർത്തകരോ ആരോട് വേണമെങ്കിലും ആകാം. നല്ലൊരു ഹാർഡ് വർക്ക് ആരുടെ കണ്ടാലും അപ്രിഷിയേറ്റ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. പറഞ്ഞ പോലെ എല്ലാവർക്കും ഇത് സാധിക്കണമെന്നില്ല, കാരണം ഈ ലോകം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മുടേതായ തിരക്കുകളിലൂടെ നമ്മളും പോകുന്നു. അപ്പൊ ഇതിനൊന്നും സമയം കിട്ടണമെന്നില്ല. എങ്കിലും നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാതെ പോകാതിരിക്കരുത്.